ഞാൻ AK യൂണിവേഴ്സിറ്റിയിൽ ലാസ്റ്റ് 7 ഇയേഴ്സായി ഇവിടെ വർക്ക് ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും നമ്മളിവിടെ കുട്ടികളെ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വലിയ മാർക്കോടെ നമ്മളിവിടെ എത്തുകയും ഒന്നുമല്ലാതെ തിരിച്ചു പോകുന്ന സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളെ സർക്കാർ സംവിധാനത്തിലും അല്ലെങ്കിൽ പാരലൽ സംവിധാനത്തിലൊന്നും കുട്ടിയുടെ ലോജിക്കൽ സ്കില്ല്, റീസണിങ് സ്കില്ല് ഇങ്ങനെയുള്ള സ്കില്ലുകൾ അസസ് ചെയ്യുന്ന ഒരു എക്സാം സർക്കാർ സംവിധാനത്തിൽ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൽ കുട്ടി ഫേസ് ചെയ്യുന്ന ഏറ്റവും ആദ്യ എക്സാം എന്ന് പറയുന്നത് നീറ്റ് ഓർ JEE ഒക്കെയാണ്. കുറച്ചെങ്കിലും ലോജിക്കൽ സ്കിൽ അസസ് ചെയ്യുന്ന എക്സാമുകൾ ഉണ്ടാകുന്നത്. അതിൽ നമ്മൾ കേരളത്തിലുള്ള കുട്ടികളൊക്കെ ഒട്ടുമിക്ക കുട്ടികളും വളരെ പുറകിൽ പോകാറുണ്ട്. മുമ്പ് പലപ്പോഴും നമ്മളുടെ ക്വസ്റ്റ്യൻ പാറ്റേണുകളും സിലബസുകളും എല്ലാം അതിൻ്റെ രീതിയിലേക്ക് ഉള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളെ കുട്ടികൾ മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ ഒരു എൻട്രൻസ് സംവിധാനം തന്നെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലം ഇങ്ങോട്ട് പണ്ട് കാലത്ത് ഫെയിൽഡ് ബാച്ചിന് സമാനമായി റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം കുട്ടികളെ സ്കില്ലില്ലാത്ത കുട്ടികളാണ് പലപ്പോഴും വരാറ്. ഇതിന് പലപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ, അതേപോലെ തന്നെ ചില കേരളത്തിൻ്റെ വളരെ അപൂർവം സ്ഥാപനങ്ങളിലെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ സ്കില്ലുകൾ അറ്റൈൻ ചെയ്യുക, കണ്ടൻറ്റിനേക്കാൾ പ്രധാനമായി സ്കിൽ അറ്റൈൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു 10th കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാകാൻ പല കുട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും മികച്ച കുട്ടികളായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ സാധാരണ രീതിയിലൊക്കെ പറയാറുണ്ട്, വളരുന്ന പ്രായത്തിൽ നമ്മൾ വളയാതെ വളരണം. പലപ്പോഴും നമ്മൾ വളർന്നത് കൊണ്ട് പിൽക്കാലത്ത് ആ വളവ് നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്താൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ മർമ്മപ്രധാനമായൊരു കാര്യമാണ് ടീനേജ് പ്രായത്തിൽ നമ്മളെ ബുദ്ധിയുടെ ലോജിക്കൽ റീസണിങ് സ്കില്ല് അറ്റൈൻ ചെയ്യുന്ന പ്രായത്തിൽ കുട്ടിയെ വളയാതെ വളർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ ക്ലാസ് കേൾക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. കുട്ടിയുടെ സ്കില്ലിൻ്റെ എല്ലാ മേഖലകളിലും കുട്ടി അറ്റൈൻ ചെയ്തൊരു കുട്ടിയെ മാത്രമേ പഠിപ്പിക്കാൻ കഴിയൂ. പലപ്പോഴും ഇതറിയാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം sin x by cos x എന്ന് പറഞ്ഞാൽ 2 എസ്സും വെട്ടി കിട്ടുന്ന ആൻസർ 6ലേക്ക് എത്തുന്ന സ്കില്ല് വരെ എത്തുന്ന കുട്ടികളുണ്ട്. കാരണം പക്ഷേ കുട്ടിക്ക് മാത്തമെറ്റിക്സിൽ ഫുൾ 100% ആയിരിക്കും, A+ ആയിരിക്കും. പക്ഷേ പലപ്പോഴും ആ കുട്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ആവറേജിനും താഴെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളിൽ ഒരു 10-50,000 കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വെറും 1500 സീറ്റിന് കോമ്പറ്റേറ്റ് ചെയ്യുന്ന കോമ്പറ്റേറ്റേഴ്സ് വെറും 5,000 താഴെയാണ്. ഇതിൽ ഈ 5,000 താഴെയുള്ള കുട്ടി ഒന്ന് ഇൻബോൺ ടാലൻറ്റഡോ അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ കൊണ്ട് ആ കുട്ടി ലോജിക്കൽ സ്കില്ല് അറ്റൈൻ ചെയ്തോ ആയിരിക്കും. നമുക്ക് ഭൂമിയിലെ എല്ലാവരെയും ഇൻബോൺ ടാലൻറ്റഡായി പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സ്കില്ല് അറ്റൈൻ ചെയ്യാനുള്ള ട്രെയിനിങ്ങിലൂടെ മാത്രമേ ഒരു കുട്ടിയുടെ ലോജിക്കൽ സ്കില്ലുകൾ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കില്ല് ഏറ്റവും പ്രധാനമാണ്. ആ പ്രധാനപ്പെട്ട സ്കില്ല് അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ആപ്പുകളോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ട്രെയിനിങ്ങുകളോ നമുക്ക് വളരെ പ്രധാനമാണ്. നമ്മളിവിടെയുള്ള XandY Learning എന്ന് പറയുന്ന ഫൗണ്ടേഷൻ കോഴ്സ് ഇതിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നിൽ ഈ ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലം നമുക്ക് ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മികച്ചതായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള ട്രെയിനിങ് സ്ട്രാറ്റജികൾ ലേണിംഗ് ഡിസബിലിറ്റിയെ കവർ ചെയ്യാനുള്ള പെർഫോമൻസ് നടത്താൻ പറ്റുന്നുള്ള നമ്മളുടെ പ്രായത്തിൽ നമ്മൾ ആ ടീനേജ് പ്രായത്തിൽ അറ്റൈൻ ചെയ്യാൻ കഴിയണം. അതിന് പറ്റിയ നല്ല ഒരു രീതിയിലുള്ള ട്രെയിനേഴ്സിൻ്റെയും അതേപോലെ തന്നെ അതിനുള്ള ഒരു സ്ട്രാറ്റജിയും സിലബസുമാണ് XandY Learning സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ മികച്ചതായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്താൻ നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾക്ക് കഴിയുന്ന അറ്റൈൻ ചെയ്യുന്ന ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും. ഈ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറും എന്നുള്ളത്
യാതൊരുവിധ സംശയവുമില്ല. തീർച്ച അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് വൻ വിജയത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.